ഹലോ ഗുഡ് ഈവനിങ്. ഇന്ന് വ്ളോഗ് എടുക്കാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരാൾ കിച്ചണിൽ കയറിയത്. രാത്രി 10 മണിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം നോക്കാനായിട്ട് ഇവിടെ ഒരാൾ റെഡി ആയിട്ടിരിപ്പുണ്ട്. എന്താണ് ഞാൻ വോഫിൾസ് വന്നു വന്നപ്പോ പിന്നെ എന്താ വേറെ സമോസ അതൊക്കെ മതി. എന്താ ഉണ്ടാക്കുന്നതെന്ന് പറയാ. ലിജു ഈ ഉണ്ടാക്കിയ മസാല മാഗി നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കിയെന്നൊക്കെ നമുക്ക് ഈ വ്ളോഗിൽ കാണാം. സോ വെൽക്കം ടു മിഡ് നൈറ്റ് കുക്കിംഗ് വിത്ത് ഹസ്ബൻഡ് വ്ളോഗ്. വെൽക്കം ടു മൈ ചാനൽ. മസാല മാഗി, ഇത് ശരിക്കും അതിന്റെ റെസിപ്പി കണ്ടേ. ഈ നമ്മുടെ മാഗി കറി ഉണ്ടാക്കുന്ന പോലെ നല്ലതായിരിക്കോ? പക്ഷെ ഇത് കണ്ടോ, നല്ല വൃത്തിക്ക് ഒരാൾ വെക്കുന്നത്. എന്നെ പോലെ അല്ലാതെ സമ്മതിച്ചിടണം. ഇതിങ്ങനെ നല്ല ഭംഗിക്ക് എല്ലാം അടുക്കിയൊക്കെ വെച്ച് എല്ലാം കൂടെ ഇങ്ങനെ ഇട്ട് ഒരുക്കുക. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അടുത്തൊരു സൂഷെഫ് വേണം. ആ തടി സ്പൂൺ എടുത്തുക, ഉപ്പെടുത്തുക, ഗാർലിക് എടുത്തുക. അങ്ങനെ ഒരു പ്രശ്നം. പച്ചമുളക് ഇട്ടു. ശരി, മല്ലിയല്ലേ? ഇല്ല, ഒന്നുമില്ല. ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു ഒന്നുമില്ല. ഒരാഴ്ചയിലേറെയായി ഷോപ്പിംഗ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം ആദ്യം എന്നിട്ട് ഗാർലിക് ഇട്ടു. പിന്നെ എന്ത് ഗാർലിക് കരിഞ്ഞു തോന്നുന്നു. തീ കുറച്ചിട്ട് ഗാർലിക് ആൻഡ് നമ്മുടെ ഗ്രീൻ ചില്ലി. അപ്പം നമ്മുടെ കടുകൊന്നും പൊട്ടിക്കണ്ട. അടുത്തതാ അണിയൻ ഒന്ന് സോട്ട് ചെയ്യാം. ഹോപ്സ് ഉണ്ടോ ഇതിനെ കുറിച്ച്? കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ മസാല മാഗി ഉണ്ടാക്കുന്നതായിരിക്കും നല്ല. ഇനി അടിപൊളിയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഒരാള് ഇപ്പൊ വലിയ ഷെഫ് കളിക്കുന്നുണ്ടല്ലോ. പണ്ട് ഇവിടെ കോളേജിൽ മറ്റേ ഇത് പഠിച്ചോണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേനും ഇവിടെ എന്തായിരുന്നു സൂഷെഫോ? എന്ത് ഷെഫ്? സൂഷെഫ്. മറ്റേ ഇവിടെ ഒരു വലിയ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ സൂഷെഫ് ഒക്കെ ആയിരുന്നു. അതൊരു ഫുൾ കഥകളാണ്. ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമായിരുന്നു, ഞാൻ എന്തൊക്കെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. മറ്റേ ഞാൻ കട്ടുണ്ടല്ലോ, മറ്റേ സ്റ്റാർട്ടേഴ്സ് ഉണ്ടാക്കായിരുന്നു. ഇതൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലും കുറച്ച് സ്കിൽസ് എല്ലാം പുറത്തെടുക്കട്ടെ. എനിത്തിങ് ടു സേ? ഒരു പാട്ട് പാടോ? എനിക്ക് നന്നായിട്ട് പാട്ട് പാടും. ഇത് എന്തിനാ വെറുതെ ചാട കാണിക്കുന്നത്? അല്ല, ഇവിടെ റൂമിലിരുന്ന് പാടാറുണ്ട്. പിള്ളേരുടെ കൂടെ നല്ല പാട്ട് പാടും. പ്ലീസ് എന്തെങ്കിലും പാട്ട് പാടും. അത് അനിയൻസ് ആവുന്നത് വരെ. വലിയ ഇന്ത്യൻ ഐഡലിൽ പോണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ പാട്. അനിയൻസ് സെറ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടാവണോ? നമ്മുടെ വീട്ടിലെ പേരയ്ക്ക ഒരെണ്ണം മുറിച്ച് തരുന്നുണ്ട്. നല്ല പേരയ്ക്ക കേട്ടോ. ഇവിടെ നമ്മുടെ മരത്തിലുണ്ടായതാ. ഇത് നമ്മൾ തന്നെ വെച്ച മരം അല്ലേ? ഇത് കഴിഞ്ഞ തവണ പപ്പ വന്നപ്പം വെച്ച മരം. അടിപൊളി പേരയ്ക്ക. ഓ വാ, നോക്കി, നല്ല പിങ്ക് പേരയ്ക്ക. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നല്ല മധുരമൊക്കെ ആയിട്ടാ. സോ ഗുഡ്. സീരിയസ്ലി ഇറ്റ്സ് സോ ഗുഡ്. നല്ലൊരു മധുരവും നന്നായിട്ട് പഴുത്തിട്ടുമുണ്ട്. ഭാഗ്യത്തിന് ഇത്തവണ അധികം ഇങ്ങനെ കിളികളൊന്നും കൊണ്ടുപോയില്ല അല്ലെ? സാധാരണ കിളികൾ കൊണ്ടുപോയി. എന്തെങ്കിലും ചെയ്തേക്കാണോ? എന്താന്നറിയില്ല, ബട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ ടൊമാറ്റോസും കൂടെ ഇട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് അവസ്ഥ. ഒരു സൂഷപ്പ് അടുത്ത് വേണം ഓരോന്ന് ചെയ്തു തരാൻ.
ചറപ്പറ ചറപ്പറ ചറപ്പറ. അവിടെ തന്നെ മൂക്കിന്റെ അറ്റത്തിരിപ്പുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? ആ, ഇത് ആക്ച്വലി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന. അല്ലല്ലല്ല, ഞാൻ ലാസ്റ്റ് ടൈം ഇത് ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോ മേടിച്ചതാണ്. ഞാൻ മേടിച്ചു, ഞാൻ ലിറ്ററലി മേടിച്ചു. എന്റെ വ്ളോഗിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പം നമ്മുടെ മസാലകൾ ഇടുന്ന സമയമാണ്. എന്തൊക്കെയുണ്ടല്ലോ? ചില്ലി, കാശ്മീരി ചില്ലി കുറച്ച് മതി, ഒരുപാട് വേണ്ട. ടർമറിക് വേറെ അത്ര ഉള്ളൂ. മാഗി മസാല ഇതിൻ്റെ അകത്ത് ഇടുവോ? ഓ, ആക്ച്വലി മാഗി ഇവിടുത്തെ തന്നെയാ കേട്ടോ, എനിക്ക് തെറ്റിപ്പോയതാ. ഇത് ഇവിടുത്തെ തന്നെ മാഗിയാ, പക്ഷെ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാഗി അല്ലേ ആ പാക്കറ്റ് കാണിച്ച്? അതെ, പക്ഷെ ഇന്ത്യൻ അല്ലേ? ഇന്ത്യൻ ആയിരിക്കും. മാഗി ഇവിടെ ഉണ്ടാക്കുവോ? എനിക്കറിയാൻ പാടില്ല. അത് മസാല മാഗി. എത്ര പാക്കറ്റ് ഇടുക? ഇതാ കവർക്കിടല്ലേ? ഓക്കെ, ഇതാണ് മാഗി. 2 minute മാഗി മസാല. ഇത് ഒത്തൻറ്റിക് ഇന്ത്യൻ നൂഡിൽസ്. ഇത് മിക്കവാറും ഉണ്ടല്ലോ നാട്ടിലെ സാധനം ഇമ്പോർട്ടഡ് ആയിരിക്കും. $6 എന്ന് പറയുമ്പം 6 5 300 rupees. നാട്ടിൽ ഇതിന് 100 rupees. 80 to 100 കണ്ട. ആ, എക്സ്പോർട്ട് ചെയ്ത് വരണ്ടേ, ഇനി എത്തണ്ടേ, അതിൻ്റെ കോസ്റ്റ് വരും. ഇതിപ്പം നമ്മുടെ പ്രോപ്പർ ചിക്കൻ കറിയുടെ ആയല്ലോ. ചിക്കൻ കറിയുടെ മസാല ഉണ്ടാക്കി അതിലോട്ട് വെള്ളം ഒഴിച്ച് വഴറ്റിയെടുക്കുക. ഇത് ഇത്ര വെള്ളം ഇടണോ? ഓ, എത്ര ഇട്ടു? ഒരു കപ്പിന് ഒരു പാക്കറ്റിന് ഒരു കപ്പ്. പക്ഷെ അത് കുഞ്ഞു ഗ്ലാസ് അല്ലേ? ഇതാണ് പറയുന്നത്, സ്വന്തം കാര്യങ്ങൾ ചെയ്യണം. ഒരാള് ഇത്ര വെള്ളം ഒഴിച്ചത് ഈ കപ്പിലൊക്കെ. കപ്പ് കാണിച്ചാല് നീ കണ്ട, അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ. വെള്ളം തിളച്ചോ? മാഗി തിളക്കാതെ വേണം ഒഴിക്കാൻ, അതാണ് അതിന്റെ കുട്ടൻസ്. ഓ, വെള്ളം തിളക്കുന്നതിന് മുമ്പ് മാഗിയുടെ ഇതിടും, ക്യൂബ്സ് ഇടും. അതിന്റെ ഇതിലിരുന്ന് വെള്ളം തിളയ്ക്കും അല്ലേ? കൊടുക്കും. പിന്നെ ഒന്ന് ഹെൽത്തി ആക്കാനായിട്ട് കുറച്ച് ഇതാ പീസ് ഇടുന്നു. ഇത് നമ്മളിവിടെ ഫ്രോസൺ പീസ് ആട്ടോ മേടിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. പീസ് അല്ലെങ്കിലും ഫ്രോസൺ ഇസ് റിയലി ഗുഡ്. മിക്ക ഇപ്പോൾ വെജീസും ഇവിടെ ഫ്രോസനാണ് മേടിക്കാറ്. ആൻഡ് അപ്പോൾ അത് കുറേ നാൾ നിന്നോളുമല്ലോ. സോയ സോസോ? ഓക്കെ, ഇതിൻ്റെ കൂടെ സോയാ സോസ്. ഇത് റെസിപ്പിയിലില്ലാഞ്ഞ സാധനം കേട്ടോ, സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ഇടുന്ന. ആദ്യം ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ആ റെസിപ്പിയിലുള്ള സാധനം ചെയ്യുക, അല്ലാതെ അതിൻ്റെ കൂടെ സോയ വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ല, സോയ സോസ് വരുമ്പോൾ ആ ഒരു നല്ല കളർ വരും. അന്നുണ്ടാക്കിയ പെപ്പർ ചിക്കനും ആ ഒരു സോയ സോസിൻ്റെ കളർ നല്ല ഒരു ആഡഡ്. ആ, ആക്ച്വലി ലുക്സ് നൈസ്. ചാട്ട് മസാല ഇട്ടാൽ നല്ല ബോറായിരിക്കും. ഹേ, നൈസ് ക്യാച്ച്. ഈ ലിജോയ്ക്ക് ഡൽഹിയിൽ വളർന്നതിൻ്റെയാ ചാട്ട് മസാല. ലിജോ ഈ ഡൽഹിയിൽ വളർന്നിട്ട് എന്തിൻ്റെയും കൂടെ ചാട്ട് മസാല ഇടും. വാട്ടർമെലൻ, ഈ പേരയ്ക്ക, പിന്നെ എന്തിൻ്റെയൊക്കെ കൂടെയാണ് ചാട്ട് മസാല ഇടുന്നത്? ആ, നമ്മുടെ ഉണ്ടാക്കുന്ന കോഡിയൽ ജ്യൂസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഒക്കെ അകത്ത് ചാട്ട് മസാല. എനിക്കാണ് ഇഷ്ടമല്ലാത്ത ടേസ്റ്റാണ്. How do you like it? ഇല്ല, ഇറ്റ്സ് ആക്ച്വലി നല്ല വൃത്തിയായിട്ട് ടേസ്റ്റ്. എനിക്ക് ഇഷ്ടമല്ല. ആ, സാധാ ഇതിപ്പോൾ കഴിഞ്ഞു. ഇത് വേഗം കുക്കായി, അടച്ചൊന്നും വെക്കണ്ട കേട്ടോ, വേഗം കുക്കാകും. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. കഴിച്ചു നോക്കാം. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. എനിവേ, ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. നോർമലി ചാട്ട് മസാലയും കൂടെ ഉണ്ടെങ്കിൽ ഇതിന്റെ പുറത്തോട്ട് നമ്മൾ നോർമലി മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ ഇതിന്റെ പുറത്തോട്ട് മല്ലിയിലയും കൂടെ ഇടാം. ഓക്കെ, ടേസ്റ്റ് ടെസ്റ്റ് ടൈം.
ഇതെന്ത് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയല്ലേ, ഒരു 10 മിനിറ്റിനുള്ളിൽ മൊത്തം കഴിഞ്ഞു, സ്റ്റാർട്ട് ടു ഫിനിഷ്. കിച്ചനും നോക്കി എന്ത് ക്ലീനാ. ഓൾറെഡി നേരത്തെ ക്ലീൻ ആക്കി വെച്ച കിച്ചൺ. പക്ഷെ അല്ല, പൊതുവെ ലിജോ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നല്ല ക്ലീൻ ആക്കിയാണ് വെക്കുന്നത്. അതൊക്കെ ഞാനാണ്. ലോകം മൊത്താകും. Alright, thank you. Ooh, look at that. That looks really nice actually. കഴിച്ചോക്കാം. Alright, moment of truth. കണ്ടിട്ട് നല്ല ലുക്ക് ഉണ്ട്. എങ്ങനെയുണ്ട് ലച്ച്? നല്ല എരിവുണ്ട്. എത്ര സ്പൂണാണ് ചില്ലിട്ട്? മാഗിയും ചിക്കൻ കറിയും ടേസ്റ്റ് ഉണ്ട്. ആക്ച്വലി മാഗി ചിക്കൻ കറിയും കൂടെ നമ്മൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ സത്യം പറയുന്ന സംഭവം അതാണല്ലോ. അല്ല, ഇറ്റ്സ് വെരി നൈസ്. നല്ല എരിവ്. ഐ വുഡ് സജസ്റ്റ് മേ ബി നെക്സ്റ്റ് ടൈം എത്ര സ്പൂൺ ചില്ലി പൗഡർ ഇട്ട്? മേ ബി പുട്ട് only ഹാഫ്, ബിക്കോസ് ഓൾറെഡി ആ മറ്റേ മാഗി മസാലയിലും എരിവുണ്ടല്ലോ. ബട്ട് അതർവൈസ് ഇറ്റ്സ് വെരി നൈസ്. ലിജോയുടെ സ്പൈസ് ലെവൽസ് ഭയങ്കര ഹൈയാ, എൻ്റെ അത്ര ഹൈ അല്ല. അപ്പം അതിനൊരു വ്യത്യാസമുണ്ട്. അതല്ലാതെ ഇറ്റ്സ് വെരി ടേസ്റ്റി. സോ ലെറ്റ്സ് അടിപൊളി. ഗുഡ് ജോബ്, വെൽ ഡൺ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൺട്രിബ്യൂഷൻസ് വന്നാൽ നല്ലതായിരിക്കും. ജീവിച്ചോണ്ടേ രാത്രി 10 മണിക്കല്ലാതെ കുറച്ചുകൂടെ നേരത്തെ. ആയിക്കോട്ടെ, എനിക്ക് അതേ പറയാനുള്ളൂ. അതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.